ഇന്ന് രാവിലെ എണീച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എനിക്ക് ശനിയാഴ്ച ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. കൂറ്റനാട് DTDC ഒരു കൊറിയർ വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ രാവിലെ എണീച്ച് മീൻസ് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എണീച്ചിട്ട് ഞാൻ കൂറ്റനാട് DTDCക്ക് പോയി. അവിടെ പോയി പെട്ടെന്ന് മാമിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ മാം പെട്ടെന്ന് സാധനം എടുത്ത് തന്നു. അവിടെ പിന്നെ അധികം ഡിലേ ഒന്നും വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പോസ്റ്റർ കണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മുടെ വേൾഡ് കപ്പാണല്ലോ, അപ്പോൾ ഇത് പോർട്ടുഗലിൻ്റെയാണ്. അപ്പോൾ നിങ്ങളേതാ വേൾഡ് കപ്പിലെ ടീം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയിട്ട് ഇത് ഓപ്പൺ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച അൺബോക്സിങ് വീഡിയോ നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ആ ക്യൂരിയോസിറ്റി കൊണ്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ അൺബോക്സ് ചെയ്തപ്പോൾ അതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ വീഡിയോയിൽ കുറച്ച് അപകടമുണ്ട്. കാരണം ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ എന്താ പറയുക അത് അൺബോക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതിൽ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നത് ഒരു EXLൻ്റെ വെൽക്കം ലെറ്റർ ആയിരുന്നു. അതിൽ ഹായ് രഞ്ജിത്ത്, വെൽക്കം ടു EXL ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വായിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കിയപ്പോൾ എല്ലാ വെൽക്കം കെറ്റിലുള്ള പോലെ ഒരു ഡയറി, നല്ലൊരു ഡയറി തന്നെയായിരുന്നു, ബ്ലാക്ക് കളറിൽ EXL എന്ന് എഴുതിയ ഒരു ഡയറി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കിയപ്പോൾ നമുക്കൊരു പെന്നുണ്ടായിരുന്നു. ആ പെന്നോട് ഞാൻ എഴുതിയൊന്നുമില്ല, ജസ്റ്റ് നോക്കി അവിടെ വെച്ചിട്ടുണ്ടല്ല. അപ്പോൾ ഒരു പെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഈ ബോട്ടിലാണ് എനിക്ക് ഈ വെൽക്കം കിറ്റിൽ ഏറ്റവും ഇഷ്ടമായ. പക്ഷേ ബോട്ടിലിൻ്റെ പണി തീർന്നു ഗൈസ്. കാരണം അതൊരു ടെമ്പറേച്ചറൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ബോട്ടിൻ്റെ കാര്യം തീരുമാനമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ വിചാരിച്ചിട്ട് ജസ്റ്റ് ആ ഒരു മുകളിലത്തെ ബോക്സ് നോക്കിയപ്പോൾ അതിൻ്റെ താഴെ എന്തുണ്ടായിരുന്നു, നമ്മുടെ ഫെറോറോ റോഷർ ആ മിഠായി ഉണ്ടായിരുന്നു. നമ്മളിത് ആരെങ്കിലും ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ കഴിക്കാറുള്ളൂ, നമ്മൾ സ്വന്തമായിട്ട് പൈസ കൊടുത്തിട്ടൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല. പിന്നെ അതിൽ നിന്ന് ഒരു മിഠായി എടുത്ത് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ അത് നോക്കിയപ്പോൾ ഒരു കീ ചെയിനും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇത്ര സാധനങ്ങളുണ്ടായിരുന്നത്. പിന്നെ ഞാൻ EXL എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലോട്ട് ഇപ്പോൾ വർക്ക് ചെയ്യണം. ഞാൻ മുന്നേ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡായിരുന്നു. ഇവിടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട്